ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശം ഈ പ്രഭാതത്തിൽ കേൾക്കുവാൻ കർത്താവ് ഇന്നിടയാക്കുമ്പോൾ 2 കൊരിന്ത്യരുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വചനം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. പൗലോസ് കൊരിന്ത് സഭയിൽ പൗലോസ് പറയുകയാണ്, പ്രകാശം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. മൺപാത്രങ്ങൾക്ക് ഉള്ളിലുള്ള ഈ നിക്ഷേപം, ഇത് ഭയങ്കര ദൈവശക്തിയാണ്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വചനത്തിൽ പറയുകയാണ്, മറയപ്പെട്ടിരിക്കുന്ന രഹസ്യം അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ആ രഹസ്യം ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന ഈ അത്യുന്ന ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന്. കാരണം വിശ്വാസി മൺപാത്രമാണ്. പലപ്പോഴും അവൻ ദുഃഖവും കണ്ണുനീരും പീഡനവും അതുപോലെ അനിശ്ചിതത്വവും ബലഹീനതയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന്റെ അകത്താണ് യേശു കടന്നു വന്ന് അവന്റെ സകല ബലഹീനതകളും, അവന്റെ സകല ഭാരങ്ങളും, അവന്റെ സകല വേദനകളും, അവന്റെ സകല നൊമ്പരങ്ങളും, അവന്റെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ അത്യുന്ന ശക്തി വെളിപ്പെടേണ്ടതിന് കർത്താവ് പറഞ്ഞത് ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും വസിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് യേശു കർത്താവായിരുന്നു. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ മുഖതേജസ് വെളിപ്പെട്ടപ്പോൾ സകല മനുഷ്യനും ആ ദൈവീക കൃപയെ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൈവീക വചനം, ദൈവിക സന്ദേശം നമ്മുടെയൊക്കെ മുഖതേജസ്സിനെ പ്രകാശിപ്പിക്കുവാൻ, നമ്മുടെ അകത്തുള്ള ആ ഇരുട്ടിനെ മാറ്റുവാൻ, നമ്മുടെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ, നമ്മുടെ നിരാശകളെ, നമ്മുടെ കുറ്റബോധങ്ങളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടേതായ എല്ലാം എടുത്തു മാറ്റാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അവൻ എത്രയോ മതിയായ ദൈവമാണ് പ്രിയമുള്ളവരെ. കാരണം അവന്റെ ശക്തി, അവന്റെ കൃപ അവൻ തന്റെ മക്കളിലേക്കാണ് ഇത് പകർന്നു തന്നത്. പൗലോസ് പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഇത് മൺപാത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ഇതിനെ പരിപാലിക്കുവാൻ, ഇതെപ്പം വേണമെങ്കിലും ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഇതിനൊരു സംരക്ഷണം നമ്മൾ കൊടുക്കണം. ഇത് തകർന്നു പോകാത്ത വിധത്തിൽ കാക്കേണ്ടതിന്റെ ചുമതല നമുക്കാവുള്ളത്. അതുകൊണ്ടാണ് മൺകൂടാരമായ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് മൺപാത്രത്തിലാണ് എന്ന് പറയുവാൻ ഇടവന്നത്. ഇത് കർത്താവ് തന്നതാണ്, നമ്മളാരും നേടിയെടുത്തതൊന്നുമല്ല. കർത്താവ് തന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഉള്ളിലേക്കൊന്ന് തിരിച്ചറിയേണ്ടത്, ഉള്ളിലകത്തു വസിക്കുന്നവന്റെ പ്രവൃത്തിയുടെ മഹത്വം അനുഭവിക്കുവാൻ നമ്മൾ ഇടയാകണം. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ വേർതിരിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവൻ എന്ന് പറയുമ്പോൾ ഇത് ശക്തനാക്കാൻ ഒരാളുണ്ടായിരുന്നു, അവന്റെ പേരാ യേശു എന്ന്. അവൻ ശക്തി തന്നതുകൊണ്ടാ ആ ശക്തിയിൽ നമ്മൾ നിൽക്കുവാൻ ദൈവം ഇടയാക്കിയത്.
പ്രിയമുള്ളവരെ, ഈ പ്രഭാതം നമ്മൾ കർത്താവിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചേ. ഒന്ന്, നമ്മുടെ ഇരുട്ടിനെ മാറ്റിയ ദൈവീക പ്രകാശം ക്രിസ്തുവിന്റെ മുഖതേജസ്സിലൂടെ വെളിപ്പെട്ടു. രണ്ട്, ഈ അത്യന്ത ശക്തി സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് മൺപാത്രത്തിൽ തന്ന കർത്താവിൽ നിന്ന് നന്ദി പറയാമോ? നമ്മുടെ ശരീരം, നമ്മുടെ ബലഹീനത, നമ്മുടെ കുറവ്, ഇതിനെല്ലാം എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ അകത്ത് വന്നില്ലേ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, സകല നിരാശയും സകല കുറ്റബോധവും സകല ബന്ധനങ്ങളും മാറ്റാൻ ഈ പ്രഭാതത്തിൽ നിന്റെ കരം വയ്ക്കണം. നിന്റെ കരം വയ്ക്കണം. നിന്റെ സാന്നിധ്യം ഇറങ്ങണം. നിന്റെ പ്രവൃത്തി ഇറങ്ങണം. നിന്റെ ശക്തി അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.